അപ്പോൾ നല്ല പെർഫെക്റ്റ് ഉഴുന്നുവട, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നല്ല മൊരുമൊരാന്നിരിക്കുന്ന ഉഴുന്നുവടയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാമ്പാറുണ്ട്, പിന്നെ ചായയൊക്കെ ഇട്ടു. അപ്പോൾ എന്ത് ഈസിയാണെന്നറിയാം ഈ വട ഉണ്ടാക്കാൻ. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ഉഴുന്നുവടയാണ്. ഹായ്, നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഉഴുന്നുവടയാണ്. എളുപ്പമാണ് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ മൊരുമൊരാന്നുള്ള ഉഴുന്നുവട തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ഉഴുന്നുവട കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് ഇതുപോലെ ഞാൻ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി കുതിർത്തതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാവേ. മിക്സിക്കകത്ത് എനിക്ക് ഗ്രൈൻഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് തന്നെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ, അരഞ്ഞിട്ടൊന്നുമില്ല. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം. സൂക്ഷിച്ച് ചേർക്കണം, ഒട്ടും കൂടിപ്പോരുത്. ഇനി നമുക്ക് ഒന്നുകൂടെ അരയ്ക്കാം. ഞാൻ മാവ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എളുപ്പമായിട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇച്ചിരി വെള്ളം കണക്കിന് ചേർക്കണമെന്നേ ഉള്ളൂ. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഉള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള പെർഫെക്റ്റ് മാവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉപ്പും നോക്കിയിട്ട് ഒരു മണിക്കൂർ ഒന്ന് അടച്ച് വയ്ക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇതിനകത്ത് കുരുമുളക് ഇടാറില്ല കേട്ടോ. കുരുമുളക് ഇടുന്നവർക്കിടാം. ഞങ്ങളുടെ വല്യച്ഛന് കുരുമുളക് ഇടുന്ന ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ വല്യച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായി. എന്നാലും എനിക്ക് ഇപ്പോഴും കുരുമുളക് ഞാൻ ഇടാറില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല. നിങ്ങൾക്ക് കുരുമുളക് ഇടേണ്ടവർക്ക് ഇടാം. അപ്പോൾ എന്നിട്ടിത് അടച്ച് വയ്ക്കാം. ഇനി വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ ആയൊന്ന് ഒരിത്തിരി എടുത്തൊന്നിട്ട് നോക്കാം. എണ്ണ തിളച്ചില്ല. നന്നായിട്ടൊന്ന് വെള്ളം തൂത്ത ശേഷം കുറച്ച് മാവ് ഇതേപോലെ എടുക്കാം. ഇടവെള്ളയിലോട്ട് വെച്ചിട്ട് ഉഴുന്നുവട ആയിരുന്നു ഇങ്ങനെ ഒരു നടുക്കോട്ട് ഇങ്ങനെ ഒന്ന്. ഇനി ഇതുപോലെ തന്നെ എടുത്തിട്ട് എണ്ണയിൽ തന്നിടാം. ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് ചെയ്യാറാണ് പതിവ്. തിരിച്ചിട്ട് കൊടുക്കാം. എനിക്ക് കറക്റ്റ് കാണുന്നില്ല. നല്ല മൊരുമൊരാന്നുള്ള വടയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ കടയിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള ആ വട. നല്ല പെർഫെക്റ്റ് ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ നല്ല പെർഫെക്റ്റ് വട എടുത്തിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സാമ്പാറൊക്കെ എടുത്തു റെഡിയാക്കി വെച്ചു. ഇതിനു വേണ്ടി ഉണ്ടാക്കിയല്ലോ കേട്ടോ. രാവിലെ ഇഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ, ചായയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വട ഉണ്ടാക്കാൻ എന്ത് എളുപ്പമാണെന്ന് കണ്ടില്ല. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എടുത്ത് കോരി അതിനകത്തോട്ട് ഇട്ടത്. ഒന്നും പാടുമില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്